ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹമ്മൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഹമ്മൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെ കയ്യിൽ വെള്ളക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നല്ല എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെയും ഗ്രിൽ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട തഹീനി സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. വെളുത്ത എള്ള് തന്നെയാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്, കറുത്ത എള്ള് എടുക്കരുത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് ഇതുപോലൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഒരുപാടൊന്നും നമ്മൾ ചെയ്യണ്ട. ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തഹീനി സോസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തഹീനി സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കണം. കടല നമ്മൾ ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിൻ്റെ ശേഷം വേവിച്ചെടുത്തതാണിത്. 100 ഗ്രാം കടല 10 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണിത്. ഒരു 5 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. അതിന് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിന്നിൽ കിട്ടുന്ന വേവിച്ച് വെച്ച കടല വാങ്ങിയിട്ട് ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരയ്ക്കണം. ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് തരിയോടുകൂടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരയ്ക്കേണ്ട. നന്നായിട്ട് പേസ്റ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹമ്മൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് കുബൂസിൻ്റെ കൂടെ അതുപോലെ ഗ്രിൽ ചിക്കൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമ്മളിത് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ ഒന്ന് ഒലിവ് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹമ്മൂസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്